ബൈബിൾ വായിച്ചു വായിപ്പിച്ചു, ഇംഗ്ലീഷിൽ ചോദിച്ചു, എന്തിനാണ് നീ ഈ പഴയ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ് നീ പഴയ പുസ്തകം വായിക്കുന്നത്? ഉഗണ്ടയിലെ ആദിവാസിയായിരുന്ന മനുഷ്യനോട് ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഇതുകൊണ്ട് എന്ത് ഉപയോഗം എന്ന് ചോദിച്ചു. അന്നേരം ആ ആദിവാസിയായ മനുഷ്യൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു കാലഘട്ടത്തില് ഞങ്ങൾ നരഭോജികളായിരുന്നു, മനുഷ്യനെ തിന്നുന്ന എന്നെ നരഭോജിയെ എന്നെ നരസ്നേഹിയാക്കി മാറ്റിയ ഗ്രന്ഥമാണ് ഈ പുസ്തകം. സുഹൃത്തെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഗ്രന്ഥം എന്റെ കയ്യിലില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നീ എന്റെ കറിച്ചട്ടിക്കകത്ത് കിടന്ന്, എന്റെ ചട്ടിക്കകത്ത് നീ കിടന്ന് തിളയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ നരസ്നേഹിയായ മനുഷ്യനെ നരസ്നേഹിയാക്കിയ മാറ്റിയ ആ നരഭോജിയായ മനുഷ്യന്മാരെ നരസ്നേഹിയാക്കി മാറ്റിയ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിള്. അതിനകത്ത് പറയുന്നു, സോദരങ്ങളെ സദാ ആർദ്രമായി സ്നേഹിച്ചിടാൻ ശക്തി തന്നരുളണ് സ്നേഹശീലനാം ഗുരു. ഓ ഗുരു, ഞങ്ങളുടെ ഗുരു ആരാണ്? കർത്താവ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു പറഞ്ഞ്, നിന്റെ വലത്തെ ചവിട്ട് തടിക്കുന്നവന് ഇടത്തതും കൂടെ കാണിച്ചു കൊടുക്കുക. നിന്നോട് കൂടെ ഒരു മൈൽ നടക്കാൻ ആഗ്രഹിക്കുന്നവനോട്, താല്പര്യപ്പെടുന്നവനോട് ഇത് 2 മൈൽ ചെയ്യുക. നിന്നോട് നിന്റെ പുറംകുപ്പായി എടുക്കാൻ ആഗ്രഹിക്കുന്നവന് നിന്റെ പുതപ്പും കൂടെ കൊടുത്തയക്കുക എന്ന് പറഞ്ഞവനാണ് ഞങ്ങളുടെ ഗുരു. എന്തിനാണ്? സഹോദരങ്ങളോട് സ്നേഹത്തെ പ്രതി, സ്വന്തം സഹോദരന് വേണ്ടിക്കൊണ്ട് സ്വന്തം ജീവൻ നൽകിയവനാണ് ഞങ്ങളുടെ കർത്താവ്. മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടിക്കൊണ്ട് ജീവനും ജീവിതവും സമർപ്പിച്ച് അവൻ ലോകത്തിൽ ഒന്നും നേടിയില്ല. അവൻ നേടി, പ്രിയമുള്ളവരെ, അനേക ഇന്നിപ്പോ ലോക ജനസംഖ്യയുടെ 1/3 ക്രിസ്ത്യാനികളാണെങ്കിൽ പ്രിയമുള്ളവരെ, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല, മറിച്ച് കർത്താവ് യേശു ക്രിസ്തു നേടിയെടുത്തതാണ്. തന്റെ ജീവനും ജീവിതവും നൽകിക്കൊണ്ട് ക്രിസ്തുവിനെ മനുഷ്യവർഗത്തെ നേടി. അതുകൊണ്ടാണ് അവൻ പറയുന്നു, വീണ്ടും, നിങ്ങൾ തൻ കടക്കാരെ വെറുതെ വിടുന്നെങ്കിൽ നിങ്ങൾ തൻ കടങ്ങളും പൊറുക്കും ദൈവം ക്ഷണം. എന്റെ ഇന്ന് അനേക ജീവിതങ്ങൾ നമുക്കറിയാമല്ലോ. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവനെ ഇല്ലായ്മ ചെയ്യാൻ, അവനെ കഷ്ണമാക്കാൻ. ഒരിക്കല് പ്രിയമുള്ളവരെ, ഞാനൊരു വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഇളയപ്പ 2 കെട്ടുണ്ട്. 2 കെട്ടിയില് ഇളയപ്പയുടെ മകനാണ്. അവനെന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ പറയാണ്, ഓനെ ഞാൻ മുട്ടുമല 2 കാലും ഇല്ലാണ്ട് ഓനെ മുട്ടുമല ഞാൻ ഏക്കും, 2 കാലും ഞാൻ വെട്ടും. അപ്പൊ ഞാൻ ഇത് കേട്ടുകൊണ്ടാണ് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പൊ ഞാൻ എന്നോട് പറയാണ്, ഓനെ നിന്റെ കുടുംബക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓന്റെ കാല് ഞാൻ വെട്ടു തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ഒന്ന് ഓർത്ത് നോക്കിയേ, ആര് ചെറുപ്പക്കാരനാണ്, അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ വിശുദ്ധ ബൈബിൾ എഴുതുന്നു, നിങ്ങൾ തൻ കടക്കാരെ വെറുതെ വിടുന്നെങ്കിൽ നിങ്ങൾ തൻ കടങ്ങളും പൊറുക്കും ദൈവം ക്ഷണം. ദൈവം എന്റെയും നിങ്ങളുടെയും തെറ്റ് ക്ഷമിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നിന്നോട് മറ്റുള്ളവർ തെറ്റ് ചെയ്തിരിക്കുന്നത്